പേരയം സ്മാർട്ട് കൃഷിഭവന് ശാപമോക്ഷമാകുന്നു. ബഡ്ജറ്റിൽ 75 ലക്ഷം രൂപ അനുവദിച്ചു. കാലപ്പഴക്കം മൂലം ജീർണിച്ച് അപകടാവസ്ഥയിലാണ് കൃഷിഭവൻ. പേരയം പഞ്ചായത്ത് കൃഷിഭവന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരമാകുന്നു. സ്മാർട്ട് കൃഷിഭവൻ കെട്ടിടം നിർമ്മിക്കുന്നതിനായി മന്ത്രി PC വിശ്വനാഥ് മുൻകൈയെടുത്ത് 75 ലക്ഷം രൂപ സംസ്ഥാന ബജറ്റിൽ അനുവദിച്ചതായി പേരയം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര അറിയിച്ചു. മന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്നാണ് തുക അനുവദിച്ചത്. പേരയം പഞ്ചായത്തിലെ പേരയം കൃഷിഭവന്റെ കെട്ടിടം പുതിയ സ്മാർട്ട് കൃഷിഭവൻ കെട്ടിട നിർമ്മാണത്തിന് ശ്രീ PC വിശ്വനാഥ് മന്ത്രിയുടെ ഇടപെടലിന്റെ ഭാഗമായി 75 ലക്ഷം രൂപയാണ് ഇന്നലെ സംസ്ഥാന ബഡ്ജറ്റിൽ പുതിയ കെട്ടിടം സ്മാർട്ട് കൃഷിഭവൻ നിർമ്മിക്കാനായി അനുവദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലയളവിൽ നിരവധി തവണ MLA വഴി കൃഷി വകുപ്പിന് നമ്മൾ കാലപ്പഴക്കം മൂലം ലഭിച്ച ഈ കെട്ടിടത്തിന് പകരമായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് തുക അനുവദിക്കാമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഫണ്ടില്ല എന്നുള്ള കാരണത്താലാണ് അത് അനുവദിക്കാതിരുന്നത്. ഇത്തവണ മന്ത്രി വിശ്വനാഥിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഇപ്പോൾ 75 ലക്ഷം രൂപ പുതിയ സ്മാർട്ട് കൃഷിഭവൻ നിർമ്മാണത്തിന് അനുവദിച്ചിട്ടുള്ളത്. 1987 തോപ്പിൽ രവി MLA ആയിരുന്ന കാലത്താണ് നിലവിലുള്ള കെട്ടിടം നിർമ്മിച്ചത്. കാലപ്പഴക്കം മൂലം ജീർണിച്ച് അപകടാവസ്ഥയിലാണ് കൃഷിഭവൻ കെട്ടിടമുള്ളത്. കഴിഞ്ഞ ഭരണസമിതി കാലയളവിൽ അറ്റകുറ്റപ്പണിക്കായി പഞ്ചായത്ത് 5 ലക്ഷം രൂപ അനുവദിച്ചിരുന്നെങ്കിലും അറ്റകുറ്റപ്പണി നടത്തിയാലും കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന കാരണത്താൽ ഉപേക്ഷിക്കുകയായിരുന്നു. 1987 ശ്രീ തോപ്പിൽ രവി MLA ആയിരുന്ന കാലത്താണ് ഇപ്പോൾ നിലവിലുള്ള കെട്ടിടം നിർമ്മിച്ചത്. അത് കാലപ്പഴക്കം മൂലം വളരെ ജീർണാവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ ആ കെട്ടിടമുള്ളത്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി കാലയളവിൽ 5 ലക്ഷം രൂപ പുതിയ കെട്ടിടത്തിൻ്റെ നവീകരണത്തിനായി അനുവദിച്ചെങ്കിലും ആ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥ മൂലം അത് അറ്റകുറ്റപ്പണി നടത്തിയാൽ പോലും പ്രവർത്തനക്ഷമമാകില്ല എന്നുള്ള അതിനാലാണ് പിന്നീട് ആ തുക മറ്റ് പ്രവർത്തനങ്ങൾക്കായി മാറ്റേണ്ടി വന്നത്. പുതിയ സ്മാർട്ട് കൃഷിഭവൻ നിർമ്മാണത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ച മന്ത്രി PC വിശ്വനാഥിനെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം അഭിനന്ദിച്ചു. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ MLAയുടെ ഇടപെടൽ മൂലമാണ്, മന്ത്രിയുടെ ഇടപെടൽ മൂലമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കെട്ടിടം അനുവദിക്കുകയും ഇവിടുത്തെ സാധാരണക്കാരായ കൃഷിക്കാർക്ക് വളരെയേറെ പ്രയോജനപ്രദമാകും. അതുപോലെ തന്നെ ജീവനക്കാർ, ഏകദേശം 8ഓളം ജീവനക്കാർ അവിടെയുണ്ട്. അവരെല്ലാം വളരെ അരക്ഷിതാവസ്ഥയിലാണ് ആ കെട്ടിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ മൺസൂൺ ആരംഭിക്കുമ്പോൾ തന്നെ അത് വലിയ അപകടകരമായ രീതിയിലാണ് ആ കെട്ടിടം നിലവിലുള്ളത്. പുതിയ ഭരണസമിതി ഇടപെട്ട് അവരെ ഏതെങ്കിലും വാടക കെട്ടിടത്തിലേക്ക്, പുതിയ കെട്ടിടം പണി ആരംഭിച്ച് പൂർത്തിയാകുന്നവരെ ഏതെങ്കിലും വാടക കെട്ടിടത്തിലേക്ക് മാറ്റി കൃഷിഭവൻ്റെ പ്രവർത്തനങ്ങൾ മാറ്റണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം ബഹുമാനപ്പെട്ട മന്ത്രിയെ ഇക്കാര്യത്തിൽ മുൻകൈയെടുത്ത് ഈ തുക അനുവദിച്ചതിന് പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.